ഇല്ല, മുസ്ലിം സഹോദരങ്ങൾ ആരും വരെ വന്നില്ല അല്ലേ സിസ്റ്റർ? താഴെ ഇരിക്കുന്ന ആർക്കെങ്കിലും ജാമിത ടീച്ചറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ കടന്നു വരാം. ടീച്ചറുടെ ഉണ്ടോ? അതെ, ഉണ്ട്. ഓക്കെ, ജാമിത ടീച്ചറെ അത്തൗബയുടെ 31 അതിന്റെ ശരിയായ അർത്ഥം ഒന്ന് പറയാമോ? അറബിയിൽ വായിച്ചിട്ട്. അതൊന്ന് വായിക്കാമോ? കേൾക്കുന്നുണ്ടോ? അതൊന്ന് വായിക്കാമോ? അത് വായിക്കാം. അത് മലയാളത്തിൽ അവര് ഉടായിപ്പാക്കി. പിന്നെ ഒരു കാര്യം ഓർത്തോണം, പണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, അതുകൂടെ ഓർത്തോണം. പക്ഷെ അല്ലാഹു പറഞ്ഞത് പണ്ഡിതന്മാർക്ക് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ആ ഒരു സ്റ്റേജാ. ഇപ്പൊ പണ്ഡിതനാണ്, അള്ളാഹുവിന് ചിലപ്പോ അബദ്ധങ്ങൾ പറ്റുന്നു എന്നുള്ളത് വരെ പല റൂമുകളിലും അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ പണ്ഡിതനെയാണ് എടുക്കുന്നത് അവര് കൂടുതൽ. ഞാൻ ജാമിത ടീച്ചറോട് ഞാൻ ചോദിക്കുന്നത് 30 31 അത്തൗബ 30 31 രണ്ടും ഒട്ടത്തെറ്റുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതില് ഉസൈർ 30 ഇങ്ങനെയാണ്: ഉസൈർ ദൈവപുത്രനാണെന്ന് യഹൂദന്മാർ പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യം യഹൂദന്മാർ പറഞ്ഞതായിട്ട് എവിടെയും എഴുതിയിട്ടില്ല. ദൈവപുത്രനായിട്ട് ഉസൈർ എന്ന് പറഞ്ഞ ഒരാളെ അറിഞ്ഞതായിട്ട് ഇല്ല. ഓക്കെ, അത് പോട്ടെ. 31 മലയാളത്തിൽ ഇങ്ങനെയാണ്, പക്ഷെ അറബിയിൽ അങ്ങനെയല്ല. മലയാളത്തിൽ പറയുന്നത് അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായ മസീഹിനെയും അല്ലാഹുവിന് പുറമെ അവർ രക്ഷകർത്താക്കളായി സ്വീകരിച്ചു. ഈ ഒരു സെന്റൻസ് അറബിയിൽ കിടക്കുന്നത് അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ മറിയമിന്റെ മകനായ മസീഹിനും അല്ലാഹുവിനും പുറമെ അവർ രക്ഷകർത്താക്കളായി സ്വീകരിച്ചു എന്നാണ് അറബിയിൽ കിടക്കുന്നത്. അപ്പൊ അറബിയിൽ കിടക്കുന്നതല്ലേ അത് മകനായ മസീഹിനെയും അല്ലാഹുവിനെയും ഒരുമിച്ചായിട്ടിരിക്കുന്ന എവിടെ? ഇവർക്ക് പുറമേ ആണ് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ രക്ഷകർത്താക്കളായി സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപം പറയുന്നത്. അത് തന്നെ തെറ്റായ ഒരു ആക്ഷേപമാണ്. എന്നിരുന്നാലും പോട്ടെ. അപ്പൊ ഈ ഗ്രൂപ്പിങ്ങില് അല്ലാഹുവും മറിയമിന്റെ മകൻ മസീഹിനെയും ആരാധിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പുറമെ മറ്റവരെ ആരാധിച്ചതാണ് ശിർക്ക്. അങ്ങനെയല്ലേ? ജാമിത ടീച്ചറോട് ഞാൻ ചോദിക്കാണ്. അല്ലാഹുവിന്റെ തൗബ 30 പറയുന്നത് ഉസൈർ അല്ലാഹുവിന്റെ 31 നമുക്ക് 30-31 കൂടി എടുക്കാം. ഉസൈർ അല്ലാഹുവിന്റെ മകനാണ് എന്ന് യഹൂദന്മാര് പറഞ്ഞു. അതായത് മസീഹ് ബ്രാക്കറ്റില് ഇവര് ഇന്റർപ്രിട്ടേഷൻ കൊടുത്തപ്പോഴേക്ക് യേശു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ യേശുവും ഈസയും ഒന്നല്ല എന്നത് വ്യക്തമായ ഒരാളാണ് ഞാൻ. അപ്പോ മസീഹ് അല്ലാഹുവിന്റെ മകനാണ് എന്ന് ക്രൈസ്തവരും പറഞ്ഞു. അത് അവരുടെ വായ കൊണ്ടുള്ള വെറും വാക്കുകൾ മാത്രമാണ്. മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്കിനെ അവർ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ, അഥവാ അല്ലാഹു അവരോട് യുദ്ധം ചെയ്യട്ടെ, അവർ ശപിക്കപ്പെടട്ടെ. ഇതാണ് ആ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇസ്ലാം വിമർശക എന്ന നിലയിൽ എനിക്കറിയാം ഖുർആൻ മുഴുവനും വേസ്റ്റ് ആണ്, ഒരു ഇന്റർനാഷണൽ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണിത്. അപ്പോ ഇതിനകത്ത് പറയുന്നത് ഒന്നും ഇതിനകത്ത് കഴമ്പുള്ള വസ്തുതയല്ല. പിന്നെ ഒരു കാര്യം ഈ ഗ്രന്ഥം എഴുതിയവർക്കറിയാം, നബി കണ്ടിട്ടുമില്ലല്ലോ. അപ്പം ഒരു കാര്യം അറിയാം, ഈ പുസ്തകം വായിക്കുന്ന ആൾക്കാർ ഒരിക്കലും മുൻ വേദങ്ങളിലേക്ക് തിരിച്ചു പോകത്തില്ല.
കാരണം ഒരിക്കൽ ഈ ഒന്ന് നിങ്ങൾ എന്തെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻ വേദങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞു. മറ്റൊരിടത്ത് പറഞ്ഞു ലിയഷ്തറൂബിഹി സമനം കലീല, അവര് ചെറുത് എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ഈ ഗ്രന്ഥത്തിനകത്ത് കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്താണ് പ്രവാചകൻ പറയുന്നത്, അല്ല ഖുർആൻ പറയുന്നത്, ഫഇൻ തനാസഅതും ഫീഹി ഷൈഇൻ ഫറദ്ദു ഇലല്ലാഹ്, നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ ഖുർആനിലേക്കും ഹദീസിലേക്കും പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് മുൻ വേദങ്ങളെ അവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. അപ്പൊ ഇത് മുൻ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ, യഹൂദന്മാര് പറഞ്ഞിട്ടുള്ളതാണോ ഇല്ലേ എന്ന് ഒരിക്കലും മുസ്ലിങ്ങൾ ഇത് അറിയാൻ പോകുന്നില്ല. അറിയരുത് എന്ന് ഈ പുസ്തകം എഴുതിയവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കുറച്ച് അല്പം ഒന്ന് പഠിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് ഈ ഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടത്തി എന്ന് പറഞ്ഞു. അപ്പൊ അതിലേക്ക് പോകാൻ മറ്റൊരിടത്തും പറഞ്ഞു. അപ്പൊ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഖുർആനിലേക്കും ഹദീസിലേക്കും പോയാൽ മതി കേട്ടോ. പ്രവാചകനും പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിമാ കിതാബില്ലാഹി വസുന്നത്തി റസൂലില്ലാഹ്, നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിലൊരു തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആനിലേക്കും ഹദീസിലേക്കും മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഇവിടെ ഡാർക്ക് ഏജ് ആണ് എന്നുള്ള കാര്യം അറിയുന്നവർക്കറിയാം. തന്നെയുമല്ല, ഇത് പറയുന്ന സമയത്ത് ഖുർആൻ പുസ്തക രൂപത്തിലില്ല, ഹദീസുകളും പുസ്തക രൂപത്തിലില്ല. പിന്നെ ഇത് ആരോട് എപ്പോൾ പറഞ്ഞു എന്ന് യാതൊരു നിശ്ചയവുമില്ല. അതായത് മറ്റു മതങ്ങളോടുള്ള മാക്സിമം അസഹിഷ്ണുത വച്ച് പുലർത്തുക, അവര് പറയാത്തത് പറഞ്ഞു എന്നും അവര് ചെയ്യാത്തത് ചെയ്തു എന്നും അവരെ നികൃഷ്ടരായുമൊക്കെ ഇവരിങ്ങനെ വായ കൊണ്ട് കുറെ വാക്കുകൾ പുച്ഛിച്ച് തള്ളുക. ഇപ്പൊ കണ്ടില്ലേ, ഓരോ വിശ്വാസിയും ഒരു ദിവസം തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് 17 തവണ പറയുന്നതാ അല്ലാഹുവേ, യഹൂദ ക്രിസ്ത്യാനികളുണ്ടല്ലോ, നസ്രാണികളുണ്ടല്ലോ, ബഹുദൈവ ആരാധകരുണ്ടല്ലോ, പടച്ചോനെ, അവരെ നീ ശപിക്കുകയും നീ കോപിക്കുകയും ചെയ്തവരാണല്ലോ അല്ലാ, അവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതെന്ന്. അതായത് അവരെ നശിപ്പിക്കണം, അവരെ പണ്ടാരമടക്കണം എന്ന് പടച്ചവൻ ശപിക്കുക എന്ന് പറഞ്ഞാല്, ശാപം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവസാനത്തെ ആയുധമാണ്. ഒന്നും ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റില്ല എന്ന് വരുമ്പോഴാണ് അവൻ ഗുണം പിടിക്കത്തില്ല. അവൻ അനുഭവിച്ചോളും, അവൻ ഇതിനെക്കാട്ടി വലിയ നഷ്ടം വന്നോളും. അത് നിസ്സഹായതയുടെ ഏറ്റവും അവസാനത്തെ വാക്കാണ്. ഇയാളെ കൊണ്ട് മറ്റൊന്നും ചെയ്യാനില്ല. അപ്പൊ പടച്ചവൻ നിസ്സഹായനാണ്. യഹൂദന്റെ വളർച്ചയിൽ, ക്രിസ്ത്യാനികളുടെ വളർച്ചയിൽ, ബഹുദൈവാരാധകരുടെ വളർച്ചയിലൊക്കെ പടച്ചവൻ അസഹിഷ്ണുതയും ഉണ്ട്, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് മാക്സിമം അവരെ കുറിച്ചിട്ടുള്ള വെറുപ്പ് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു പുസ്തകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മതസൗഹാർദ്ദത്തിന് നിരക്കാത്തതാണ് എന്ന് വിമർശകരോട് ഇതൊന്ന് കാണിച്ചു പറയണം. കാരണം ചില ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് തള്ളാറുണ്ടല്ലോ, ഖുർആൻ ഇസ്ലാം മതസൗഹാർദ്ദമാണ് എന്ന്. അപ്പൊ എന്തിനാണ് പടച്ചറബ് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു പുസ്തകത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞത് എന്ന് അവരോട് ചോദിക്കണം. ഇതിലെ കാത്തലഹുമുല്ല എന്ന പ്രയോഗമുണ്ടല്ലോ, ഈ 31ലേക്ക് വരാം കേട്ടോ. അപ്പൊ ദൈവത്തിന്റെ ശാപവാക്ക് ചില വ്യാഖ്യാനങ്ങൾ അനുസരിച്ചിട്ട് അവരോട് യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനമാണെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് കേട്ടോ. ഇത് ലോകം മുഴുവനുമുള്ള എല്ലാ മത തീവ്രവാദികൾക്കും മറ്റു മതസ്ഥരെ ആക്രമിക്കാൻ പ്രേരണ നൽകുന്ന ഒരു വചനമാണ്. അതായത് വിശ്വാസത്തെ ഈ ഒരു വചനം വെച്ചിട്ട് ക്രിമിനലൈസ് ചെയ്യുക. ഒരാൾക്ക് തൻ്റെതായിട്ടുള്ള ഒരു ദൈവസങ്കല്പം വച്ച് പുലർത്താൻ അവകാശമില്ല. അതിന് വിരുദ്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ നശിപ്പിക്കപ്പെടണം. ഞാൻ എന്തു പറയുന്നു, ഈ സുപ്രീം ലീഡർ പറയുന്നത് പോലെ തന്നെ പടച്ചോൻ പറഞ്ഞു, അതിനനുസരിച്ചിട്ട് മാത്രമേ ആളുകൾ പോകാൻ പാടുള്ളൂ. ഇത് ആധുനിക കാലഘട്ടത്തിലെ മതസ്വാതന്ത്ര്യം എന്ന ആശയത്തിന് തികച്ചും വ്യതിരിക്തമാണ്. അതുകൊണ്ടാണ് ഞാനൊക്കെ ഈ മതം തന്നെ ഉപേക്ഷിക്കാൻ കാരണം. അപ്പൊ ഇനി ജൂതന്മാർ ഉസൈർ അഥവാ എസ്ര എന്നൊക്കെ ചില പരിഭാഷകളിലൊക്കെ കാണുന്നുണ്ട്. ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചിരുന്നു എന്ന ഖുർആനിലെ പരാമർശം ചരിത്രപരമായിട്ട് തെറ്റാണ്. ഇത് ഒരുപാട് ജൂത പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഒക്കെ വരച്ചിട്ടുള്ള സംഗതിയാണ്. 6-ാം നൂറ്റാണ്ടിലെ ഇത്തരം ശാപവാക്കുകളും അപരമത വിദ്വേഷം, അന്യമത വിദ്വേഷമൊക്കെ ഇന്നും പവിത്രമായി പഠിപ്പിക്കപ്പെടുന്നത് ഈ സമൂഹത്തിൽ മനുഷ്യന്മാർക്കിടയിൽ ഒരുപാട് അതിർവരമ്പുകൾ കൽപ്പിക്കപ്പെടുവാണ്. മനുഷ്യന്മാർ ഇതിനകത്തെ നശിപ്പിക്കട്ടെ എന്ന പ്രയോഗം ഒരു മാനവ സൗഹാർദ്ദത്തിന് തന്നെ ഒട്ടും നിരക്കാത്ത ഒരു സംഗതിയാണ്. പക്ഷെ ഇവര് പറയുന്നു, യഹൂദന്മാർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കിതാബിലുണ്ട് എന്നാണ് ഇവര് പറയുന്നത്. പക്ഷേ യഹൂദന്മാരുടെ ഏത് കിതാബിലാണത് പറഞ്ഞത് എന്ന് ഇവര് പറയണം. ഖുർആൻ വ്യാഖ്യാതാക്കള്, അവർക്ക് പോലും യാതൊരു നിശ്ചയവുമില്ല. അതുകൊണ്ടാണ് ഒരിക്കലും വേദങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട, ഖുർആൻ മാത്രം പഠിച്ചാൽ മതി. ഫബശിർ ഇബാദല്ലദീന യസ്തമിഊനൽ ഖൗല, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, വയത്തബിഊന അഹ്സന, എന്നിട്ട് നിങ്ങൾ അതിനെ പിൻപറ്റിക്കോ. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാ. അപ്പോ നമ്മള് അധികാര ശക്തി, പുരോഹിതന്മാരെ അന്ധമായി പിന്തുടരുന്നതിനെയും ഒക്കെ വിമർശിക്കുന്ന വചനമാണ് 9:31.
അതായത് നമ്മളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിന് പുറമെ അവർ രക്ഷിതാക്കളായിട്ട് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച വചനം ബൈബിളിൽ ഉണ്ടോ, വേദങ്ങളിൽ ഉണ്ടോ എന്ന് പറയേണ്ടത് നിങ്ങളാണ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പൊ മറിയമിന്റെ മകൻ ഈസാ മസീഹ്, ബ്രാക്കറ്റിനകത്ത് ഇന്റർപ്രിട്ടേഷനകത്ത് ഈസാ നബി എന്നുണ്ട്, ഏകനായിട്ടുള്ള ദൈവത്തെ ആരാധിക്കാൻ മാത്രമാണ് ഈസയോട് കൽപ്പിക്കപ്പെട്ടത്. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എനിക്ക് മുമ്പും എല്ലാ ആളുകളും ചെയ്തിരുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തത്വമാണ്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ പൊരുള് ഇന്നത്തെ കാലഘട്ടത്തിലെ പല മത നേതാക്കളും ഇവരിതിനെ വിഴുങ്ങുകയാണ് ചെയ്യുക. ഇത് ചർച്ചയ്ക്ക് വരുമ്പോഴേക്ക് അടുത്ത വിഷയത്തിലേക്കാണ് ഇവർ പോകുന്നത്. മതപണ്ഡിതന്മാരോ ഭരണാധികാരികളോ പറയുന്നതിനെ അന്ധമായിട്ട് അനുസരിക്കുന്നു. അവര് നിശ്ചയിക്കുന്ന നിയമങ്ങൾ ദൈവത്തിൻ്റെതാണ്. അവര് പറയുന്നു ക്രിസ്ത്യാനികൾ ശപിക്കപ്പെട്ടവരാണ്. അതെ, അങ്ങനെയാണ്. കാഫിറുകൾ അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. ശരി, വേണ്ട, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഖുർആൻ പറയുന്നു, പ്രവാചക വചനങ്ങൾ ഉണ്ട് എന്ന് കരുതി ഇവർ അനുധാവനം ചെയ്യുന്നു എന്നതല്ലാതെ ഇതിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഏകീകരണത്തിനോ അതല്ലെങ്കിൽ ഒരു അന്വേഷണത്തിനോ ഒരിക്കലും ഒരു മുസ്ലിമും ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല. ഇനിയും അത് ശ്രമിക്കാനും പോകുന്നില്ല.